നമ്മൾ ഫോർമേഷൻ ഓഫ് സ്റ്റീമിനകത്ത് ഒരു ഗ്രാഫ് പഠിച്ചായിരുന്നു. ഇതാണ് ആ ഗ്രാഫ്. അത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ എന്നാണ് ഇതിനെ പറഞ്ഞത്. കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ഏതാണ്? 1 ബാർ എന്നുള്ള റൂം. എപ്പോഴും ഈ റൂം ശരിയല്ല, അത് തെറ്റാണ്. റൂം പ്രഷർ എന്നല്ല പറയേണ്ടത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ 1 ബാർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ഗ്രാഫാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇനി നോക്കി, ഇത് കാണിക്കുന്നത് പ്രഷർ മാറുമ്പോൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ മാറുന്നതാണ്. ഇവിടെ നോക്കി, 1 ബാർ പ്രഷർ അതായിരുന്നു കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇനി രണ്ടാമത്തെ ഇത് അടുത്തത് 2 ബാർ പ്രഷർ ആകുമ്പോൾ ഇതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ മാറി. അതായത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിൻറ്റ് നമ്മൾ പറയത്തില്ല ഏറ്റവും സിമ്പിളായിട്ട്, ആ ബോയിലിംഗ് പോയിൻറ്റ് മാറി. 1 ബാർ പ്രഷറിൽ ഇത് 100-ലായിരുന്നെങ്കിൽ 2 ബാർ പ്രഷർ ആയപ്പോഴത്തേനും 120 നമ്മുടെ കുക്കറിനാണ് സംഭവിക്കുന്നത്. അത് തന്നെ, അതായത് നമ്മൾ ആ കുക്കർ അടച്ചു വെച്ച് അതിനകത്ത് പ്രഷർ കൂട്ടുമ്പോൾ 120 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആഹാരമൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. അപ്പോൾ പ്രഷർ മാറിയപ്പോഴത്തേന് ബോയിലിംഗ് പോയിൻറ്റ് മാറി. ഇത് നോക്കി, 15 ബാർ പ്രഷർ ആയപ്പോഴോ 15 ബാർ പ്രഷർ ആയപ്പോൾ വെള്ളത്തിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ അത് 200 സാച്ചുറേഷൻ എന്ന് വെച്ചാൽ എന്താ, അത് നേരത്തെ പഠിച്ചല്ലോ. അതായത് പൂർണ്ണതയിലെത്തി, സാച്ചുറേഷനായി, ഇനി തിളച്ചാൽ മതി. അതാണ് ഈ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി 85 ബാർ ആകുമ്പോഴോ 85 ബാർ പ്രഷറിൽ വെള്ളത്തിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 300 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 85 ബാർ പ്രഷറിൽ 300 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിലേ വെള്ളം തിളച്ച് തുടങ്ങും. പിന്നെ തിളച്ച് വേപ്പറായിട്ട് മാറും. ഇനി നോക്കിയേ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ് ഈ പറയാൻ പോകുന്നത്. 221 ബാർ പ്രഷറിൽ വെള്ളം തിളച്ച് തുടങ്ങുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 374. ഈ രണ്ട് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 221 ബാർ 374. ഇത് ശരിക്കും സ്റ്റീം ടേബിളിലുണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ ഒരു വാല്യൂ കാണിച്ചു. ഈ വാല്യൂ നേരെ വരുന്നു. ഇവിടെ കയറുമെന്ന് തിളയ്ക്കുന്നുണ്ടോ? ഇല്ല. തിളയ്ക്കുന്നുണ്ടോ? ഇല്ല. വരുന്നു 221 ബാർ പ്രഷറിൽ 374.15 ടെമ്പറേച്ചർ ആകുമ്പോൾ വെള്ളം ഒറ്റയടിക്ക് വേപ്പറായി മാറും. തിളയ്ക്കുന്നൊന്നുമില്ല. വെള്ളം വരുന്നു, വേപ്പറാകും. വെള്ളം വരുന്നു, വേപ്പറാകും. അതായത് നല്ല ചുട്ടുപഴുത്തൊരു കമ്പിയിലോട്ട്, ചുട്ടുപഴുത്ത ചുവന്ന കമ്പി, ഒരു തുള്ളി വെള്ളം ഒഴിച്ചെന്ന് സംഭവിക്കും. ചുട്ടുപഴുത്ത ഒരു കമ്പിയിലോട്ട്, നല്ല ചുവന്നിരിക്കുന്ന കമ്പിയിലോട്ട് ഒരു തുള്ളി വെള്ളം, ഇതുപോലെ ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് വേപ്പറാവും അല്ലേ? അതുപോലെ തന്നെ വരുന്ന വെള്ളം സ്പോട്ടിൽ, അതായത് തിളയ്ക്കുന്നൊന്നുമില്ല, തിളച്ച് ബാക്കിയെല്ലായിടത്തും തിളച്ചാണ് നീരാവിയാകുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ 221 പോയിൻറ്റ് സംതിങ് ഉണ്ട്. ആ ബാർ പ്രഷറിൽ 374.15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ വെള്ളം ഡയറക്റ്റ് ലിക്വിഡ് ടു വേപ്പറായിട്ട് മാറും. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഈ ഒരു പോയിൻറ്റിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. അത് ചിലപ്പം എക്സാമിന് 1 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. PDF-നകത്ത് 3-ാമത്തെ പേജിനകത്ത് ഒരു കർവ്, വലിയൊരു കർവ് കാണിച്ചിട്ടുണ്ട്. ഇതുപോലൊരു കർവുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ അത് എഴുതിയിട്ടുണ്ട് എന്താണ് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്നുള്ളത്. അപ്പോൾ ഇനിയും വെള്ളത്തിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ് 1 മാർക്കിന് ചോദിക്കാം. അപ്പോൾ അതാണ് 374.15 ഡിഗ്രി സെൽഷ്യസ്. വെള്ളത്തിൻ്റെ ക്രിട്ടിക്കൽ പ്രഷർ എത്രയാണ്? 221 ബാർ പ്രഷർ. അപ്പോൾ ഈ ഒരു കേസിൽ ഇത്രയും പ്രഷറിൽ, ഇത്രയും ടെമ്പറേച്ചറിൽ വെള്ളം തിളയ്ക്കുന്നില്ല. വെള്ളം വരുന്നു, ഒറ്റയടിക്ക് വെള്ളം വേപ്പറിലേക്ക് മാറും. ബാക്കി എല്ലായിടത്തും 100 ഡിഗ്രി സാച്ചുറേഷൻ എത്തി, വെള്ളം തിളച്ചാണ് വേപ്പറായി മാറുന്നത്. ഇവിടെ ഈ 15 ബാറിൽ 200 ഡിഗ്രിയിൽ വെള്ളം തിളച്ചാണ് വേപ്പറായിട്ട് മാറുന്നത്. പക്ഷേ ഇവിടെ വെള്ളം വരുന്നു, വേപ്പറാകുന്നു. വെള്ളം വന്ന ഉടനെ തന്നെ വേപ്പറായി മാറും. അപ്പോൾ ഈ ഒരു പോയിൻറ്റിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഇനി നോക്കി, ഈ സാച്ചുറേഷൻ ലൈനുകളെല്ലാം കൂടെ ചേർത്ത് ഒരു കർവ് പോലെ, ഇത് ഞാൻ വരച്ചതിൻ്റെ മിസ്റ്റേക്കാണ്, ശരിക്കും ഇതൊരു കർവാണ്. ആ കർവ് 3-ാമത്തെ പേജിൽ, അതായത് തന്നിരിക്കുന്ന PDF-നകത്ത് 3-ാമത്തെ പേജിലൊരു ഡ്രോയിങ്, ഇതുപോലെ കാണിച്ച പോലെ ഡ്രോയിങ് ഉണ്ട്. ഇതുപോലെ ഡ്രോയിങ് ഉണ്ട്. അതാണ് ഈ കാണിച്ചത്. ഈ പല ബാറിലുള്ള പ്രഷർ, ഇത് ഒരു ബാർ, ഇത് പ്രഷറാകാം ഏതെങ്കിലും നമ്പർ ബാർ, ഇത് വേറൊരു പ്രഷർ, വെള്ളം തിളയ്ക്കുന്നു, വേപ്പറാകുന്നു. അപ്പം ഈ ഒരു കർവ്, അതായത് സാച്ചുറേഷൻ പോയിൻറ്റുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു കർവ് പോലെ നമുക്ക് കിട്ടും. സാച്ചുറേഷൻ്റെ ഇതെല്ലാം കൂടെ ഈ വരച്ചിരിക്കുന്നതാണ്. ഇവിടെ ഇത് വരച്ചതിന് ശരിയായില്ല. ഇതതിൻ്റെ സാച്ചുറേഷൻ പോയിൻറ്റ് 1 ബാറിൻ്റെ, 2 ബാറിൻ്റെ,
15 ബാറിൻ്റെ 200 ബാറിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ്. ഇതൊരു കർവ് പോലാണ് കിട്ടുന്നത്, കറക്റ്റ് ഒരു കർവ് പോലെ കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡിൽ വെള്ളം ഇവിടെ ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇവിടെ വെള്ളം ലിക്വിഡ് റീജിയൻ എന്ന് പറയും, ഇവിടെ ലിക്വിഡ് റീജിയൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ പേരാണ് ഇവിടെ എല്ലാം സാച്ചുറേഷൻ പോയിൻ്റ് ആണല്ലോ. ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാണ്, ഇവിടെ 120 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാണ്, ഇവിടെ 200 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമാണ്, ഇവിടെ 300 ഡിഗ്രിയിലുള്ള വെള്ളമാണ്. ഇവിടെ വെള്ളം വരുന്നുണ്ട്, ഏതാ 373 വരെ വെള്ളമായി, 374 കഴിഞ്ഞാൽ പിന്നെ ഒറ്റയടിക്ക് പേപ്പറാണ്. അപ്പം ഈ ഒരു സൈഡിൽ വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് സാച്ചുറേഷൻ ലിക്വിഡ് ലൈൻ. അത് വൃത്തിയായിട്ട് ഇത് വായിക്കാൻ ഒക്കുമെന്നറിയില്ല, എന്തുവായാലും ആ PDF-നകത്തുണ്ട്. ഇതിൻ്റെ പേരാണ് സാച്ചുറേഷൻ ലിക്വിഡ് ലൈൻ. പിന്നെ ഇവിടെ നോക്കി, ഇവിടെ എല്ലാം ഇത് 100 ഡിഗ്രിയിലുള്ള ഫുൾ, അതായത് പ്യുവർ വേപ്പർ. ഇത് 120 ഡിഗ്രിയിലുള്ള പ്യുവർ വേപ്പർ. ഇത് 200 ഡിഗ്രിയിലുള്ള മാറിപ്പോയി അല്ലേ, 200 ഡിഗ്രിയിലുള്ള പ്യുവർ വേപ്പർ. ഇത് 300 ഡിഗ്രിയിലുള്ള പ്യുവർ വേപ്പർ. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. കാരണം സാച്ചുറേഷൻ പറയാൻ കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നെ, അതായത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം, 120 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം, 120 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം. അതുകൊണ്ട് ഇതിനെ പറയുന്ന സാച്ചുറേഷൻ ടെമ്പറേച്ചർ തന്നെയാണ്. അതുകൊണ്ട് സാച്ചുറേഷൻ വേപ്പർ ലൈൻ എന്ന് പറയും. ഇതിനെ എഴുതുന്നില്ലേ, ഇതിൻ്റെ പേരാണ് സാച്ചുറേഷൻ വേപ്പർ ലൈൻ. അതിൻ്റെ ഒരു മാതൃകയാണ് ഈ കാണുന്നത്. ഞാൻ ഒന്നുകൂടെ രണ്ടാമത് ശരിയാക്കി വരച്ചാണ്. ഇത് പലതരത്തിലുള്ള ലൈനാണ്. ഇതാണ് ക്രിട്ടിക്കൽ പോയിൻ്റ്. ഇവിടെ വെള്ളം വരുമ്പോൾ തന്നെ ആവിയായിട്ട് വരും, ഇവിടെ ഇതുപോലെ തിളയ്ക്കുന്നില്ല. അപ്പോൾ ഈ കാണുന്ന പേരാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. ഇത് കോൺസ്റ്റൻ്റാണ്, ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ, P1 P2 P3 പല പ്രഷർ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ലിക്വിഡ് റീജിയൻ ആയിരിക്കും, ഇവിടെ ലിക്വിഡ് റീജിയനാണ് സാച്ചുറേഷൻ ലിക്വിഡ് ലൈനാണിത് ഇവിടെ വരെ. ശേഷം ഇതിനപ്പുറം എന്താണ് സാച്ചുറേറ്റഡ് സ്റ്റീം ലൈൻ അല്ലെങ്കിൽ ഡ്രൈ സ്റ്റീം ലൈൻ എന്ന് പറയും. അപ്പം എന്താ PDF-നകത്ത് എന്താണോ അതങ്ങ് എഴുതിയാൽ മതി. ഇനി ഈ സൈഡുള്ളത് എന്തായിരിക്കും, ഇവിടെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിരിക്കും. അതായത് ഇവിടെ മുതൽ സ്റ്റീമാണ്, ഇവിടെ മുതൽ അങ്ങോട്ട് സ്റ്റീമാണ്, സൂപ്പർ ഹീറ്റഡ്. ഇവിടെ മുതലും സ്റ്റീമാണ്. ഇവിടെ 101, 102, 103 ഇങ്ങനെ കയറി പോകുന്നു, 121, 122 ഇങ്ങനെ കയറി പോകുന്നു. പല വാല്യൂവിൽ സ്റ്റീം, അതായത് ഹൈ ടെമ്പറേച്ചറുള്ള സ്റ്റീം ആയിരിക്കും. അപ്പോൾ ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ ഹീറ്റഡ് റീജിയൻ ആയിരിക്കും. ഇനി ഇത് കണ്ടോ, ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു ഏരിയക്കകത്ത് ഇവിടെ സാച്ചുറേറ്റഡ് ലിക്വിഡാണ് 100%, അല്ലെങ്കിൽ നമ്മുടെ കേസിൽ 1 ബാർ പ്രഷറിൽ ഇവിടെ ലിക്വിഡാണ്. ഏതാ 100 ഡിഗ്രിയിലുള്ള ലിക്വിഡ്, ഇവിടെ 100 ഡിഗ്രിയിലുള്ള വേപ്പർ. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തായിരിക്കും, ഇതിനിടയ്ക്ക് ലിക്വിഡും കാണും വേപ്പറും കാണും, അതായത് വെള്ളവും കാണും കുറച്ച് വേപ്പറും കാണും. ഇവിടെ നോക്കി, ഈ ഒരു കേസ് ഇത്രയും ഭാഗം നോക്കി കഴിഞ്ഞാൽ ഇത്രയും ലേറ്റൻ്റ് ഹീറ്റ് സ്വീകരിച്ചു, കുറച്ച് ലേറ്റൻ്റ് ഹീറ്റ് സ്വീകരിച്ചു. ഇതാണ് മൊത്തം, അതായത് 100 ഡിഗ്രിയിലുള്ള വെള്ളത്തിന് 100 ഡിഗ്രിയിലുള്ള സ്റ്റീമാണ്. ഇത്രയും എനർജി വേണം, ഇത്രയും എനർജി എടുത്താണ്ട് ഇത്രയും ലേറ്റൻ്റ് ഹീറ്റ് സ്വീകരിച്ചാണ് ഇത് വേപ്പറാകുന്നത്. അപ്പോൾ ഇത്രയാണെങ്കിൽ ഇതൊരു 10% വിചാരിക്കുക, 10% ഹീറ്റ് സ്വീകരിച്ചു. അപ്പം ഇവിടെ ഉള്ള എത്ര, 10% സ്റ്റീമും ബാക്കി 90% വെള്ളവും ആയിരിക്കും. ഇനി അടുത്ത 20 ഇത് 20, ഇവിടെ 20% സ്റ്റീമും ബാക്കി 80% വെള്ളവും ആയിരിക്കും. ഇവിടെ വരുമ്പോൾ 90 ആയെന്ന് വിചാരിക്കുക, അതായത് 90% ലേറ്റൻ്റ് ഹീറ്റ് സ്വീകരിച്ചു വെള്ളം. അങ്ങനെ വരുമ്പോൾ ഇവിടെ 90% സ്റ്റീമും ബാക്കി 10% വെള്ളം. ഇവിടെ വരുമ്പോൾ 100% വെള്ളവും 100% സ്റ്റീമായിട്ട് മാറി. അപ്പോൾ ഇവിടെയാണ് ഈ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വരുന്നത്. ആ ഡ്രൈനസ് ഫ്രാക്ഷൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ലിക്വിഡ് റീജിയൻ എന്താണ്, സൂപ്പർ ഹീറ്റഡ് റീജിയൻ എന്താണ്, സാച്ചുറേഷൻ റീജിയൻ, ഡ്രൈ സ്റ്റീം ലൈൻ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സ്റ്റീം ലൈൻ, ഇതൊക്കെ പറയാൻ വേണ്ടി ഒന്ന് കാണിച്ചതാണ്. കാരണം ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതായിരുന്നു. സിലബസിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 വേർഡിനായിരിക്കും വരിക. എന്താണ് ക്രിട്ടിക്കൽ പോയിൻ്റ്, എന്താണ് ലിക്വിഡ് ലൈൻ, അല്ലെ എന്താണ് സാച്ചുറേഷൻ ലൈൻ, എന്താണ് സെൻസിബിൾ ഹീറ്റ്. ഇതിനകത്ത് ലിക്വിഡ് പ്ലസ് ഗ്യാസ് റീജിയൻ ഏതാണ്, ഇത് സൂപ്പർ ഹീറ്റ് റീജിയൻ ഏതാണ്, ഇത് ചിലപ്പോൾ 1 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പഠിക്കാൻ ഒക്കില്ലല്ലോ, അപ്പോൾ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് പലതരം പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം. പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ എന്താണ്, സവിശേഷത. ശരിക്കും ഫസ്റ്റ് മോഡ്യൂളിനകത്ത് എന്താണ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സവിശേഷത, എന്താണ് സ്റ്റീമിൻ്റെ സവിശേഷത. ഉദാഹരണത്തിന് ഒരു സ്റ്റുഡൻറ്റ് നല്ലോണം പഠിക്കുന്ന പയ്യൻ, അവൻ നല്ലോണം പഠിക്കുന്ന പയ്യനാണ്, അല്ല അവൻ ഉഴപ്പാണ്, ആ സ്റ്റുഡൻറ്റ് സവിശേഷത. ഇപ്പോൾ എൻ്റെ കേസിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ BP പറഞ്ഞ പോലെ അങ്ങനെ ക്ലാസ് എടുക്കത്തില്ല, വെറുതെ വന്നിട്ട് പോകും. അതാണ് എൻ്റെ പ്രോപ്പർട്ടി. ക്ലാസ് എടുത്തില്ല എന്നാണ് പ്രോപ്പർട്ടി, സവിശേഷത.
അതുപോലെ സ്റ്റീമിനും ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? കുറേ എണ്ണമുണ്ട്. സ്പെസിഫിക് എൻതാൽപ്പി, സ്പെസിഫിക് എൻട്രോപ്പി, സ്പെസിഫിക് വോളിയം. ഇതിനകത്ത് പല സെറ്റുകളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ നോക്കി, സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് അൺസാച്ചുറേറ്റഡ് വാട്ടർ. സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് അൺസാച്ചുറേറ്റഡ് വാട്ടർ. സാച്ചുറേഷൻ എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസിൽ പൂർണ്ണതയിലെത്തി, ഇനി തിളച്ചാൽ മതി. അപ്പോൾ അൺസാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ താഴെയുള്ള ടെമ്പറേച്ചറാണ്, അതായത് 100-ൽ താഴെയുള്ള ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് സിംപ്ലി ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം. അതിൻ്റെ വെയിറ്റ് ഉണ്ട് 1 കിലോ. എപ്പോഴും നമ്മൾ 1 കിലോഗ്രാം ഡീൽ ചെയ്യുന്നത് ഫ്രം 0 ഡിഗ്രി. 0 ഡിഗ്രി എന്നാണ് ഡീൽ ചെയ്യുന്നത്. 0 ഡിഗ്രി ടു ഇറ്റ്സ് ആക്ച്വൽ ടെമ്പറേച്ചർ വിച്ച് ഈസ് ബിലോ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ എന്തുവാണ്? 1 കിലോഗ്രാം വെള്ളം, അതിൻ്റെ സ്റ്റാർട്ടിങ് ടെമ്പറേച്ചർ 0 ഡിഗ്രി ആയിരുന്നു. അതിന് ഏതെങ്കിലും 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, എന്നാൽ അത് 100 താഴെ ആയിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അതായത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ബിലോ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അതിന് എത്ര എമൗണ്ട് ഓഫ് എനർജി വേണം? അതിനെയാണ് സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വേണ്ടത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഇത് സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് അൺസാച്ചുറേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ഫോർമുല അങ്ങ് എഴുതി വെച്ചോണേ. ഈ ഫോർമുല അങ്ങ് HW, ഇതാണ് സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് അൺസാച്ചുറേറ്റഡ് വാട്ടർ. HW ഈസ് ഈക്വൽ ടു CW ഇൻറ്റു T. CW എന്തുവാണ്? ഇത് നോക്കി, ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ആക്ച്വൽ ടെമ്പറേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് വാട്ടർ വിത്ത് ഇറ്റ്സ് സ്പെസിഫിക് ഹീറ്റ് വിച്ച് ഈസ് കൺസിഡർ ഈസ് ഈക്വൽ ടു 4.187 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. സോ അപ്പം സ്പെസിഫിക് ഹീറ്റിന് നമ്മുടെ ടെമ്പറേച്ചർ, ഇപ്പോൾ എനിക്ക് 90 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൻ്റെ സ്പെസിഫിക് എൻതാൽപ്പി കാണണം. 90 ഡിഗ്രി സ്പെസിഫിക് എൻതാൽപ്പി കാണണം. അങ്ങനെയാണെങ്കിൽ ഇത് 90, T ഈക്വൽ ടു 90. ഈ CW എന്തോ? CW എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റാണ്. ഇത് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് എന്ന് പറയുക 4.187 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്തുവാ? എനിക്ക് 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ, ശ്രദ്ധിച്ചോണേ, 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, അത് ഏത് സ്റ്റാർട്ടിംഗ് ഒന്നുമില്ല, 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ, ഇവിടെ കെൽവിനെടുത്ത് 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ എനിക്ക് എത്ര എനർജി വേണം? 4.187 വേണം. അതായത് 30 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 31 ആക്കണമെങ്കിൽ, ഏത് 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ 31 ആക്കണമെങ്കിൽ എനിക്ക് 4.187 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എനർജി വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് എനിക്കൊരു 85 ഡിഗ്രിയുടെ വന്നു. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ 85 ആണെങ്കിൽ 4.187 എന്നുള്ളത് പെർമനൻ്റാണ്. അത്ര എനർജി ഇൻറ്റു, കാരണം 1 കിലോഗ്രാമിൻ്റെ 1 ഡിഗ്രി കൂട്ടാൻ, 1 ഡിഗ്രി കൂട്ടാൻ എത്രയും വേണം? 1 ഡിഗ്രി കൂട്ടാൻ എത്രയും വേണം? അപ്പോൾ എനിക്ക് 80 വേണമല്ലോ, ഇൻറ്റു 80. 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടിയാണ് എനിക്ക് 1 കിലോഗ്രാമിൻ്റെ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ടി എനിക്ക് 4.187 വേണ്ടി വന്നെങ്കിൽ 80 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലോ, അപ്പോൾ ഇൻറ്റു 80 ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇത് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക, അപ്പോൾ തന്നെ മനസ്സിലായിക്കോളൂ. അപ്പോൾ ഇനിയും ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, ഇത് 0 ഡിഗ്രി അല്ലേ? 0, അപ്പം 80 - 0 അല്ലെങ്കിൽ 90 - 0 ആണ്. T എന്നുള്ളത് T - 0 ആണ്. ഇത് പറയാൻ വിട്ടുപോയി. അപ്പോൾ കുഴപ്പമില്ല. അപ്പം T - 0 എന്ന് തന്നെ നോട്ടിലൊന്ന് എഴുതുക. സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് അൺസാച്ചുറേറ്റഡ് വാട്ടർ HW ഈക്വൽ ടു CW. CW എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ആണ്. T എന്ന് പറയുന്നത് ഏതാണോ നമ്മുടെ ടെമ്പറേച്ചർ -0. നമ്മൾ കാരണം ഫ്രം 0 എന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇത് പറയാനാണ് മിസ് ചെയ്ത് പോയി. ഇനി അടുത്ത് നോക്കി, സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ HF. സാച്ചുറേഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കാണും എന്താണ് സാച്ചുറേഷൻ. പൂർണ്ണതയിലെത്തുക, ടെമ്പറേച്ചർ പൂർണ്ണമായി, ഇനി ഇങ്ങോട്ട് തിളച്ചാൽ മതി. അതാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ അറ്റ് 1 bar പ്രഷർ. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് വാട്ടർ അറ്റ് 0 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രം ബോയിലിംഗ് പോയിൻറ്റ്, ടു ഇറ്റ്സ് ബോയിലിംഗ് പോയിൻറ്റ് ഓർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ അറ്റ് കറസ്പോണ്ടിങ് പ്രഷർ അപ്ലൈഡ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ഏറ്റവും ആദ്യം ഫോർമേഷൻ ഓഫ് സ്റ്റീമിനകത്ത് പറഞ്ഞായിരുന്നു എത്ര ഹീറ്റ് വേണം എന്നുള്ളതാണ്. അതായത് 1 കിലോഗ്രാം വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 100 ഡിഗ്രി സെൽഷ്യസ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ, അതിലേക്ക് എത്താൻ വേണ്ടി എത്ര ഹീറ്റ് എനർജി വേണം, അതാണ് സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ HF അല്ലേ. എൻതാൽപ്പിയാണ് എച്ചിൻ്റെ സിമ്പിൾ പറഞ്ഞാൽ എൻതാൽപ്പി, HF ഫ്ലൂയിഡ് വെള്ളം. ഇപ്പോൾ നമ്മുടെ കേസിൽ വെള്ളം എന്നാണ് എഴുതുക, ഫ്ലൂയിഡ്.
It is denoted as HF. It can be calculated by multiplying specificity. വീണ്ടും specificity ഏതാണ്? Specificity എന്തോ ഇത് 4.18 of water to the total rise of temperature. The specific heat CPW of water may be approximately taken as a constant. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് വാട്ടർ അത് മാറുന്നില്ല. സ്പെസിഫിക് ഹീറ്റ് എന്തോ 1 കിലോഗ്രാം വെള്ളത്തിന് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ട എനർജി. 1 കിലോഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ വേണ്ട എനർജി എത്രയാണ്? അതാണ് ഈ സ്പെസിഫിക് ഹീറ്റ് ഉദ്ദേശിക്കുന്നത്. 4.187 കിലോ ജൂൾ എനർജി. എത്ര? 1 കിലോഗ്രാം പെർ കെ ജി. എത്ര ടെമ്പറേച്ചർ? 1 ഡിഗ്രി സെൽഷ്യസ്. കെൽവിൻ ആയിരിക്കുന്നത് കുഴപ്പമില്ല. അതാണ്. അപ്പം ഇതിൻ്റെ ഫോർമുല എന്താണ്? CW സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ അറ്റ് TS. TS എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. സാച്ചുറേഷൻ ടെമ്പറേച്ചർ -0 എന്നല്ല സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ TS എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമുല. ഇനി ലേറ്റൻ്റ് ഹീറ്റ് എന്താണ്? ലേറ്റൻ്റ് ഹീറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 100 ഡിഗ്രി സെൽഷ്യസിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചറുള്ള വെള്ളത്തിനെ 100 ഡിഗ്രി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വേപ്പറാക്കാൻ വേണ്ടി, 100 ഡിഗ്രി സെൽഷ്യസുള്ള വേപ്പറാക്കാൻ വേണ്ടി, അതായത് 1 കിലോഗ്രാം വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ ആണ്. 1 കിലോഗ്രാം വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ആ വെള്ളത്തിനെ നേരെ 1 കിലോഗ്രാം സ്റ്റീം, 100 ഡിഗ്രിയിലുള്ള 1 കിലോഗ്രാം സ്റ്റീം ആക്കാൻ വേണ്ടി എന്തും മാത്രം എനർജി വേണം. അതാണ് ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് സ്റ്റീം. മുമ്പേ പറഞ്ഞ ഇത് HFG. H എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയുടെ സിമ്പിളാണ്. HF ഫ്ലൂയിഡ് ടു ഗ്യാസ്, അതായത് വെള്ളത്തിൽ നിന്നും സ്റ്റീം ആകാൻ വേണ്ട എനർജി, ലേറ്റൻ്റ് ഹീറ്റ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാൻ പോകുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ സ്റ്റീം. ഇനി വെറ്റ് ആൻഡ് ഡ്രൈ സ്റ്റീം നോക്കിയേ. വെറ്റ് സ്റ്റീം is that steam in which the wall of water has not vaporized, but the unvaporized water present in the form of mist or suspended fog, suspended in completely vaporized water or steam. അതായത് സ്റ്റീമിനകത്ത് പൂർണ്ണമായിട്ട്, അത് ഞാൻ പറഞ്ഞില്ല ആ ഒരു കർവിനകത്ത്, നമ്മളൊരു കർവ് കാണിച്ചില്ലായിരുന്നോ, സാച്ചുറേഷൻ ലൈൻ എന്നൊക്കെ പറഞ്ഞു. ആ കർവിനകത്ത് ഞാൻ പറഞ്ഞില്ല 10%, 20% എന്നൊക്കെ. ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. അവിടെ സ്റ്റീം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ സ്റ്റീമിൻ്റെ കൂടെ തന്നെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറന്ന് നടക്കും. നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ കാണുന്ന പറഞ്ഞ സംഭവം അതുപോലെ തന്നെ കുറച്ച് വെള്ളത്തുള്ളികളും ഫോഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കുവാണ് ആ സ്റ്റീമിനകത്ത് തന്നെ. അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. സ്റ്റീം എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റാണ് വെള്ളത്തിൻ്റെ, പക്ഷേ കുറച്ച് ഭാഗം ഇങ്ങനെ കുഞ്ഞു വെള്ളത്തുള്ളികളായിട്ട് ആ ഒരു സ്റ്റീമിൽ തന്നെ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെയാണ് പറയുന്നത് വെറ്റ് സ്റ്റീം എന്ന് പറയുന്നത്. അതിനകത്തൊരു വെള്ളത്തിന് തുള്ളികളുണ്ട്, വളരെ കുഞ്ഞു തുള്ളികളുണ്ട്. അത് ഇപ്പം നിങ്ങളിന്ന് ചായ കുടിക്കുന്ന സമയത്ത് അതൊന്ന് വിളക്കത്തോട് ലൈറ്റിലോട്ട് പിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു ശരിക്കും നോക്കണം, നമ്മൾ കുഞ്ഞു തുള്ളി കാണാൻ നോക്കും. അത് തന്നെ സംഭവം. അപ്പോൾ സ്റ്റീമിനകത്ത് കുഞ്ഞു വെള്ളത്തുള്ളികൾ, മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് സസ്പെൻഡഡ് കിടക്കുന്നത്, അതാണ് ഈ വെറ്റ് സ്റ്റീം ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ഡ്രൈ സ്റ്റീം എന്തുവാ? ഡ്രൈ സ്റ്റീം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സ്റ്റീം, അതായത് പ്രത്യേകിച്ച് മറ്റ് കാര്യങ്ങളൊന്നുമില്ല, അതായത് പ്യൂർ, അതായത് മൊത്തം വെള്ളവും 100% സ്റ്റീമായിട്ട് മാറി. അതാണ് ഡ്രൈ സ്റ്റീം ഉദ്ദേശിക്കുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കി കണ്ണ പഠിച്ച് വെക്കുക. ഇനി അടുത്തത് ഡ്രൈനെസ് ഫ്രാക്ഷൻ. ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ടൈം റെഫേഴ്സ് ടു ക്വാളിറ്റി ഓഫ് വെറ്റ് സ്റ്റീം. വെറ്റ് സ്റ്റീമിൻ്റെ ക്വാളിറ്റിയാണ്. It is defined as the ratio of the weight of dry steam actually present to the weight of total wet steam which contain it. It is denoted by X. ഇപ്പോൾ X ആണ് ഡ്രൈനെസ് ഫ്രാക്ഷൻ്റെ സിമ്പിൾ. നമുക്ക് ഫോർമുല ഡിവൈഡ് ബൈ WD + W. അതായത് പറയുന്നത് ഒരു സ്റ്റീമിനകത്ത്, സ്റ്റീം എന്ന് പറയുമ്പോൾ സ്റ്റീം എന്ന് പറയുമ്പോൾ ഡ്രൈയും വെറ്റും കൂടെ അല്ലേ, നമ്മൾ ആദ്യം പഠിച്ചു. ഡ്രൈയും വെറ്റും, ഡ്രൈ ആയിരിക്കും വെറ്റും, രണ്ടും കൂടെ ചേരുന്നതാണ് ഈ, അതായത് പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ്, പെർഫെക്റ്റ് പ്യുവർ സ്റ്റീം ആവുന്നതിന് മുമ്പുള്ള അവസ്ഥയാണിത്. ഡ്രൈയും ആയിരിക്കും, കുറച്ച് ഡ്രൈ കാണും, കുറച്ച് വെറ്റ് കാണും. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം, അതായത് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദി വെയ്റ്റ് ഓഫ് ഡ്രൈ സ്റ്റീം. അതായത് ഈ ടോട്ടലിനകത്ത് ഡ്രൈ സ്റ്റീം എത്രയാണ് എന്നാണ് ഈ പറയുന്നത്. ഈ ടോട്ടൽ വെറ്റ് പ്ലസ് ഡ്രൈ സ്റ്റീം കൂടെ ചേരുന്നതാണ് നമ്മളെ സ്റ്റീം എന്ന് പറയുന്നത്. അതായത്
പെർഫെക്റ്റ് പ്യുവർ ആകുന്നതിന് മുമ്പുള്ള അവസ്ഥ, അവിടെ കുറച്ച് വെറ്റ് സ്റ്റീമും കാണും, വെറ്റ് മുറലെ ഫോഗും മറ്റ് മിസ്റ്റുകളെല്ലാം ചേർന്ന ഭാഗം കാണും, പ്യുവർ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്റ്റീമും കാണും. അപ്പോൾ അത് തമ്മിലൊരു റേഷ്യോ ആണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് ഡ്രൈ സ്റ്റീം ഇല്ല ഈ ടോട്ടലിനകത്ത് ഡ്രൈ പ്ലസ് വെയ്റ്റിനകത്തുള്ളൂ. അതിനല്ല ഇവിടെ ഇരിക്കും നോക്കി, WD എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് ഡ്രൈ സ്റ്റീം ഇൻ 1 കിലോഗ്രാം ഓഫ് വെറ്റ് സ്റ്റീം. വെയ്റ്റ് ഓഫ് വാട്ടർ സസ്പെൻഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് വെറ്റ് സ്റ്റീം. ഇവിടെ പൂർണ്ണമായിട്ടും ഡ്രൈ സ്റ്റീമായോ അല്ല, വെള്ളമുണ്ട് സ്റ്റീമും ഉണ്ട്, വെള്ളത്തുള്ളിലുണ്ട് സ്റ്റീമും ഉണ്ട്. ഇത് പ്യുവർ സ്റ്റീമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ WD പ്ലസ് W എന്ന് വെച്ചിട്ടുള്ളത് ഇത് ആ പെർഫെക്ഷൻ 100% പെർഫെക്റ്റ് ആകുന്നതിന് മുമ്പുള്ള അവസ്ഥയായി സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു 10% ഉദ്ദേശിച്ചത് ഇപ്പം 1 കിലോഗ്രാം വെള്ളത്തിൽ 1 കിലോഗ്രാം വെള്ളം, അപ്പോൾ അത് 1000 ഗ്രാമാണ്. 1000 ഗ്രാം വെള്ളത്തിൽ 100 ഗ്രാം സ്റ്റീമായിട്ട് മാറി. അപ്പോൾ ബാക്കി 90 ഗ്രാം ഉണ്ട്, 900 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ 100 ഗ്രാം സ്റ്റീമായിട്ട് മാറി. പക്ഷേ ടോട്ടൽ എത്രയായിരുന്നു? 900 ഗ്രാം വെള്ളം പ്ലസ് 100 ഗ്രാം സ്റ്റീമായിട്ട് വരെ പ്യൂർ സ്റ്റീം. ഇതാണ് ടോട്ടൽ വെയിറ്റ്. ഇതാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇത് പറയുന്നത് വെയിറ്റ് ഓഫ് ഡ്രൈ സ്റ്റീം, അതായത് 10% വെള്ളം പൂർണ്ണമായിട്ട് സ്റ്റീമായിട്ട് മാറും. പക്ഷേ ടോട്ടൽ എത്രയുണ്ട്? 1 കിലോഗ്രാം. 1 കിലോഗ്രാം ആകുമ്പോൾ 1000 ഗ്രാം. 10% ഇപ്പോൾ ഗ്രാമിൽ വരുമ്പോൾ 10% 100 ഗ്രാം. അപ്പോൾ 100 ഗ്രാമാണ് ഡ്രൈ സ്റ്റീമിൻ്റെ വാല്യൂ. അപ്പം അതാണ് WD ഡ്രൈ സ്റ്റീം. പക്ഷേ ടോട്ടൽ എത്ര ഉണ്ട്? വെറ്റ് പ്ലസ് ഡ്രൈ പ്ലസ് വെസ്, ഇതാണ് വെറ്റ്. അപ്പം ബാക്കി 900 ഗ്രാം വെള്ളം കിടക്കുക പ്ലസ് 100 ഗ്രാമേ സ്റ്റീമായിട്ടുള്ളൂ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഇത് മനസ്സിലായാലും ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ ഡ്രൈനസ് ഫ്രാക്ഷൻ ഇസ് 0 ഫോർ എ സാച്ചുറേറ്റഡ് വാട്ടർ. 100 ഡിഗ്രി സെൽഷ്യസുള്ള വെള്ളത്തിൻ്റെ ഡ്രൈനസ് ഫ്രാക്ഷന് 0 ആണ്. കാരണം അവിടെ സ്റ്റീമായിട്ട് മാറിയിട്ടില്ല, ഇതുവരായിട്ട് സ്റ്റീമായി മാറാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഡ്രൈനസ് ഫ്രാക്ഷൻ ഈ WD ഇല്ല, ഡ്രൈ സ്റ്റീം ഇല്ല, ഇപ്പോൾ വെയിറ്റ് ഓഫ് ഡ്രൈ സ്റ്റീം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് 0 ആയിരിക്കും. ഇത് എന്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ അങ്ങ് 0 ആയിപ്പോൾ. മാത്തമാറ്റിക്സിലല്ല നോക്കേണ്ടത്, അല്ലാതെ നോർമൽ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ലെന്ന് വിചാരിക്കുക. അപ്പം ഒന്നുമില്ല, അപ്പം 0. ഇപ്പോൾ ഡ്രൈനസ് ഫ്രാക്ഷൻ X = 0 ഫോർ സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് ഫോർ 1 ഏത് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം, പൂർണ്ണമായിട്ടും പ്യുവർ വേപ്പർ, അതായത് ഒരു തുള്ളി ജലാംശം പോലുള്ള പ്യുവർ വേപ്പറായി മാറി. അതിൻ്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ X എന്ന് പറയുന്നത് 1 ആയിരിക്കും. നെക്സ്റ്റ്, സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് വെറ്റ് സ്റ്റീം. It may be defined as the quantity of heat required to convert 1 kilogram of water at 0 degree അല്ലെങ്കിൽ from 0 degree into wet steam of given quality. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഡ്രൈനസ് ഫ്രാക്ഷൻ 10%, 20%, 30% എന്ന് പറയും. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇറ്റ് മേ ബി ഡിനോട്ടഡ് ബൈ HWS, വെറ്റ് സ്റ്റീം അല്ലേ. വെറ്റ് സ്റ്റീം നടത്തിയപ്പം എൻതാൽപ്പി ഓഫ് വെറ്റ് സ്റ്റീം ഇറ്റ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഡ്രൈ ഫ്രാക്ഷൻ ഓഫ് സ്റ്റീം. സോ HW is equal to HF plus X HFG എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 50% ഡ്രൈനസ് ഫ്രാക്ഷൻ X ഉള്ള സ്റ്റീമിനെ പറ്റി പറയാൻ പോകും. സ്റ്റീം 50% ആണെന്ന് വിചാരിക്കുക. X വാല്യൂ 50 ആണ്. ഞാനവിടെ നോക്കി 50 എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫ് നോക്കി, ഇവിടെ വന്നു ഈ ഗ്രാഫ് നോക്കി, ഇവിടെ എത്തി സാച്ചുറേഷനിലെത്തി. ഇനി 50 ഗ്രാം സ്റ്റീം എന്ന് പറയുമ്പോൾ 50%. ഇവിടെ 50% അല്ലേ, 50% ഇവിടെ സ്റ്റീമായിരിക്കും, 50% ഇവിടെ വെള്ളമായിരിക്കും. നോക്കി, അപ്പം ലേറ്റൻ്റ് ഹീറ്റ് എത്രയും പാതിയായുള്ളൂ. അപ്പോൾ ഈ കേസിൽ വരുമ്പോൾ ഡ്രൈനസ് ഫ്രാക്ഷൻ എത്രയായിരിക്കും? 0.5%. 50 ഡിവൈഡ് ബൈ 100 കട്ട് 1/5 അല്ലേ, 0.5% ആയിരിക്കും, അല്ലെങ്കിൽ 50%, ഹാഫ് 0.5
ഞാൻ മാത്ത് തെറ്റിപ്പോയല്ലോ, പറഞ്ഞത് തെറ്റിപ്പോയി. പോട്ടെ. അപ്പോൾ ഇവിടെ ഇതങ്ങ് വിട്ടേരെ പറഞ്ഞത് തെറ്റി. ഇപ്പം വീഡിയോ ഇനിയും ക്ലോസ് ചെയ്യാൻ നോക്കുകയല്ല, ഇത് വിട്ടേരെ. ഇത് 50% ഇവിടെ വാട്ടറും 50% ഇവിടെ സ്റ്റീമും ആയിരിക്കും. നോക്കി, അപ്പം ഇത്രയും സ്റ്റീം ആകാൻ വേണ്ടി എത്ര സ്വീകരിച്ചു? ഇത്രയും ഹീറ്റ് സ്വീകരിച്ചു. ബാക്കി ഇത്രയും കിടക്കുവാണ്. പ്യൂർണമായിട്ട് സ്റ്റീം ആകാൻ വേണ്ടി ഇത്രയും കിടക്കുക. അപ്പോൾ നമ്മളെ ഡ്രൈനസ് ഫ്രാക്ഷൻ എക്സ് ഈക്വൽ ടു 50%. ഡ്രൈനസ് ഫ്രാക്ഷൻ എക്സ് ഈക്വൽ ടു 50% ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 0.5 എന്ന് എഴുതുക. എക്സ് ഈക്വൽ ടു 0.5, അതായത് എക്സ് വെള്ളത്തിന് എത്രയായിരുന്നു? 0 ആയിരുന്നു. പൂർണ്ണമായിട്ടുള്ള സ്റ്റീമിന് എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് 50% ആയുള്ളൂ സ്റ്റീം, ബാക്കി 50% വെള്ളം കിടക്കുക. അപ്പോൾ നോക്കി, ഇനി എത്ര എനർജി വേണ്ടി വന്ന് വേണം? അതായത് 0 ഡിഗ്രിയും തുടങ്ങി വെള്ളം സാച്ചുറേഷനിലെത്തി അവിടുന്ന് 50% സ്റ്റീം ആകാൻ എത്ര എനർജി വേണം? അതായത് ഇത് HF ആണല്ലോ, HF പ്ലസ് HFG ആണ് ടോട്ടൽ HFG ആണ്, HFG. പക്ഷേ ഇത് മൊത്തം വേണ്ടി വന്നോ? ഈ HFG മൊത്തം വേണ്ടി വന്നോ? ഇല്ല, ഇത്രയും വരെ വേണ്ടി വന്നുള്ളൂ. 50% വേണ്ടി വന്നുള്ളൂ. അപ്പം ഏതാ ഈ എക്സ്, ഡ്രൈനസ് ഫ്രാക്ഷൻ എക്സ് അങ്ങോട്ട് എഴുതി. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ഫോർമുല ഇവിടെ എത്തിയത്. HW ഡ്രൈനസ് ഫ്രാക്ഷൻ ഇവിടെ എത്തിയത്. നോക്കി, HF എന്ന് പറയുന്നത് സെൻസിബിൾ ഹീറ്റ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്ലോ ഫ്ലൂയിഡ് പ്ലസ് എക്സ്. ഇത് പൂർണ്ണമായിട്ട് സ്റ്റീം ആയിരുന്നെങ്കിൽ ഈ എക്സ് അങ്ങ് മാറിയിരുന്നു. പക്ഷേ 50% നമുക്ക് കൺസ്യൂം ചെയ്തുള്ളൂ. ടോട്ടൽ എൻതാൽപ്പി എടുത്തില്ല, ടോട്ടൽ ലേറ്റൻ്റ് ഹീറ്റ് എടുത്തില്ല, 50% എടുത്തുള്ളൂ. മൊത്തം എടുക്കുമായിരുന്നെങ്കിൽ HFG ആണെന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്ക് 50%, ഈ ഒരു കേസിൽ 50% ആയിരുന്നു. അതുകൊണ്ട് ഈ എക്സ് ഇവിടെ എത്തി. അതുകൊണ്ടാണ് ഇവിടെ ഡ്രൈനസ് ഫ്രാക്ഷൻ. ഇത് ക്വാളിറ്റി പ്രത്യേകം പറഞ്ഞു, ഇവിടെ ക്വാളിറ്റിയാണ് ഈ എക്സ് എന്ന് പറയുന്നത്, ഡ്രൈനസ് ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം, പെർഫെക്റ്റ് സ്റ്റീം എന്തായിരിക്കും? പെർഫെക്റ്റായിട്ട് സ്റ്റീം, അതായത് 100% പൂർണ്ണ സ്റ്റീം. നോക്കി, 100% സാച്ചുറേറ്റഡ് പ്ലസ് ഇവിടെ വന്നപ്പോൾ 100% പൂർണ്ണമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള 100% പെർഫെക്റ്റ് സ്റ്റീം. അപ്പം HF എടുത്തു, HFG എടുത്തു. നോക്കി, അപ്പം HF ഏതാ? ഈ HF ഇതെടുത്തു, ഈ HF എടുത്തു, പ്ലസ് ഇത്രയും കൂടെ എനർജി വേണ്ടി വന്നു, HFG ഇവിടെ വരെയുള്ള എനർജി ഉണ്ട്. അപ്പം പ്ലസ് HFG. അതേസമയം കുറച്ചെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മതി, അല്ലെങ്കിൽ ഇത്രയും മതി. അപ്പം ഏതാണോ ആ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100, ആ കിട്ടുന്ന ആൻസറൂടെ എക്സ് ആക്കി എഴുതി വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. കാൽക്കുലേഷൻ പാർട്ടിൽ ഇത് വരുന്നതാണ്. നോക്കി, അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം HFG, HF പ്ലസ് HFG. ഇത് ഇത്രയും വിശാലമായിട്ട് പറയാൻ കാരണം കാൽക്കുലേഷൻ പാർട്ടുണ്ട്, സ്റ്റീമിൻ്റെ കാൽക്കുലേഷൻ, അത് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി അടുത്തത് സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചറുള്ള സ്റ്റീമുകളെല്ലാം നമ്മൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 1 kilogram ഓഫ് വാട്ടർ അറ്റ് 0 degree ഇൻറ്റു ദി സൂപ്പർ ഹീറ്റഡ് സ്റ്റീം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതായത് 1 kilogram വെള്ളത്തിന് കൺവേർട്ട് ചെയ്യുന്നതിൽ 1 kilogram വെള്ളത്തിനെ കൺവേർട്ട് ചെയ്യുന്നു ഫ്രം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 kilogram വെള്ളത്തിന് കൺവേർട്ട് ചെയ്യുന്നു ഇതിലേക്ക് ഒരു ഡിസൈഡ് ടെമ്പറേച്ചറുള്ള സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിലേക്ക്. അതിന് എത്ര എനർജി വേണം? അതായത് എനിക്ക് 150 ഡിഗ്രി സെൽഷ്യസിലുള്ള 150 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം വേണം. അപ്പം ടു കൺവേർട്ട് 1 kilogram ഓഫ് വാട്ടർ അറ്റ് 0 degree. അപ്പോൾ 0 നിന്ന് തുടങ്ങി 1 kilogram വാട്ടറിനെ 150 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 kilogram സ്റ്റീമാക്കി മാറ്റാനായിട്ട് എത്ര എനർജി വേണമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് എൻതാൽപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ഇസിക്കൽ ടു HG ആണിത്, HG പ്ലസ് CS ഇൻറ്റു T സൂപ്പർ. അപ്പോൾ നമുക്ക് 150, ഞാൻ പറഞ്ഞ 150 മൈനസ് TS എന്തോ സാച്ചുറേറ്റഡ് സ്റ്റീം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം, ഇതൊരു ഫോർമുലയായിട്ട് എഴുതണം. അപ്പം CS എന്താണ്? CS-ൻ്റെ ഫോർമുലയാണ് ഇത്. അതെന്താണ്? CS എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. CS എന്നുള്ളത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അത് എവിടെ നിന്ന് കിട്ടും? H സൂപ്പർ. അപ്പോൾ അത് 150. H എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലറിലുള്ള ഗ്യാസ്, അതായത് വാട്ടർ വേപ്പറിൻ്റെ എൻതാൽപ്പി, സാച്ചുറേഷൻ ടെമ്പറേച്ചർ മൈനസ് നമ്മുടെ ഉള്ള ടെമ്പറേച്ചർ, അതായത് ഈ ടെമ്പറേച്ചർ. ഇത് പറഞ്ഞ തെറ്റിപ്പോയി. ഇത് എൻതാൽപ്പിയാണ്. എൻതാൽപ്പി ഓഫ് 150 ഡിഗ്രി സെൽഷ്യസിലുള്ള സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ എൻതാൽപ്പി 100 ഡിഗ്രി സെൽഷ്യസിലുള്ള
സ്റ്റീമിൻ്റെ എൻതാൽപ്പി ഡിവൈഡ് ബൈ സാച്ചുറേഷൻ ടെമ്പറേച്ചർ മൈനസ് സൂപ്പർ, ഇത് മൈനസ് വാല്യൂ വരുമായിരിക്കും. അപ്പം ഇത് പ്ലസ് ആക്കി എഴുതാം, അപ്പുറത്ത് മാറിപ്പോയതായിരിക്കും ചിലപ്പോൾ. ഇത് ഇത്ര അങ്ങ് പഠിച്ചോണം. ചിലപ്പോൾ കാൽക്കുലേഷനകത്ത് സൂപ്പർ ഇത് സ്പെസിഫിക് ഹീറ്റ് തരുമായിരിക്കും, CS തരുമായിരിക്കും.